ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതികളായവരെയും സംരക്ഷിക്കുകയാണ് കേരള ഗവൺമെന്റ് ചെയ്തത്. ഷാഫിക്കെതിരെയും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും സമാധാനപരമായ പ്രതിഷേധ ജാഥ നടത്തിയവർക്കെതിരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്ന കള്ളക്കേസുണ്ടാക്കി കുറെ കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രതിഷേധ പ്രകടനത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞാൽ ആ വ്യക്തികളെ അപ്പം തന്നെ പോലീസിന്റെ ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലത്ത് അവരെ അറസ്റ്റ് ചെയ്യാമല്ലോ, അവരെ പിടികൂടാമല്ലോ. ഷാഫിക്ക് ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചു. അതിൽ വ്യാപകമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു. രാഷ്ട്രീയത്തിനുപരി ആ പ്രതിഷേധം ഉയർന്നു വന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു ശ്രമമെന്ന നിലയിലാണ് കള്ളപ്രചരണങ്ങളും കള്ളക്കേസുമായിട്ട് CPM നേതൃത്വം വന്നിട്ടുള്ളത്. എന്താണ് ഷാഫി പറമ്പലിനോടുള്ള വിരോധം? എല്ലാവർക്കും അറിയാം. CPM കേരളത്തിലെ 20 പാർലമെന്റ് സീറ്റുകളിൽ ഏറ്റവും ശക്തമായ വിജയം പ്രതീക്ഷിച്ച ഒരു സീറ്റാണ്. ഏറ്റവും പ്രതീക്ഷയോടെ നിർത്തിയ സ്ഥാനാർത്ഥിയെയാണ് ഷാഫി പറമ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത്. ഒരു MP എന്ന നിലയിൽ ഷാഫി പറമ്പിൽ പാർലമെന്റിന്റെ അകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടലുകളും ഷാഫിയുടെ രാഷ്ട്രീയ നിലപാടുകളുമെല്ലാം CPM-ന് തലവേദന ഉണ്ടാക്കുന്നു. ഷാഫി പറമ്പിൽ അതിശക്തനായ ഒരു നേതാവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് CPM അദ്ദേഹത്തെ കായികമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ ശക്തിയിലും നേരിടുക തന്നെ ചെയ്യും. ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ സർക്കാരിന് അവഗണിക്കാൻ കഴിയില്ല. EP ജയരാജന്റെ ഇന്നലത്തെ പേരാമ്പ്രയിലെ പ്രസംഗം അത് അർഹിക്കുന്ന അവഗണനയോടെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. EP ജയരാജൻ ഇന്ന് CPM-ന്റെ ഒരു പ്രസംഗ തൊഴിലാളി മാത്രമാണ്. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അവഗണിച്ചുകൊണ്ട് LDF-ന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ എന്തുകൊണ്ട് CPM നിർബന്ധിതമായി? അദ്ദേഹം ആവശ്യപ്പെട്ട അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഒരാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമാക്കി വെച്ചതിനെതിരെ അദ്ദേഹം കുറേ ദിവസങ്ങളിൽ പ്രതിഷേധവുമായിട്ട് അദ്ദേഹം നടന്നല്ലോ. നിസ്സഹകരണമായിട്ട് അദ്ദേഹം നടന്നല്ലോ. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങളെ, വെല്ലുവിളികളെ അത് അർഹിക്കുന്ന അവഗണനയോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിക്കളയുന്നു. ഷാഫി പറമ്പലിന് ഒരു പോറലേൽപ്പിക്കാൻ CPM-ന് കഴിയില്ല. പോലീസിനെ ഉപയോഗിച്ചു പോലും നടത്തുന്ന